സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ആനന്ദ നടനം. എഴുതിയത് ഷൈനി ആൻ്റണി. 1. ചമയം ഒരുങ്ങൽ. കടൽ വർണ്ണത്തിൽ ആകാശനീല കരയോടുകൂടിയ ആടയാണ് തിരഞ്ഞെടുത്തത്. തോൾപ്പല്ലു ഉറപ്പിച്ചു കുത്തിവച്ചു. നല്ല മുറുക്കത്തോടുകൂടി അടുക്കും ചിട്ടയോടും കൂടി പിൻചട്ടയും മുൻചട്ടയും കെട്ടി. പൈജാമയോടൊപ്പമുള്ള ഞൊറിയുടെ നീളൻ പല്ലു കൈകൊണ്ടൊന്നൊഴിഞ്ഞു ഭംഗിയാക്കി. ഇനി മുടിയുടെ കാര്യം. ബൺ വെച്ച് നെറുകയ്ക്ക് തൊട്ടു താഴെയായി വൃത്താകൃതിയിൽ മുടിയൊരുക്കി. ഓറഞ്ച് കലർന്ന ചുവപ്പും വെള്ളയും കൂടിയ പ്ലാസ്റ്റിക് പൂവുകൊണ്ട് അത് അലങ്കരിച്ചു. അതിനു താഴെയായി നീളത്തിൽ വാർമുടി വെച്ച് മുടി പിന്നിയിട്ടു. അതിനറ്റത്ത് 3 മണികളോടുകൂടിയ കുഞ്ചലം കെട്ടി. കുഞ്ചലം മുന്നിലോട്ടെടുത്തിട്ട് കുറച്ചു നേരം അത് തട്ടിത്തട്ടി കളിച്ചു. പിരിമുറുക്കത്തിന് അയവു വരുത്താനെന്ന പോലെ. നെറ്റിക്കു പിന്നിലായി നേർവാചലിന് ഇരുവശത്തായി മുടിപ്പൂവുകൾ സൂര്യനും ചന്ദ്രനും ഉറപ്പിച്ചു. മുടിപ്പൂവുകളുടെ പേര് പലവട്ടം മനസ്സിൽ പറഞ്ഞു. ഒന്നിരുളുമ്പോൾ മറ്റേത് തെളിയും. ചുണ്ടിലൊരു വെറും ചിരി വന്നുപോയി. ഇനി മുഖച്ചമയം. ബ്രഷുകളും സ്പോഞ്ചുകളും മുഖത്ത് പലവട്ടം സ്പർശിച്ചു. മുഖത്ത് നിഴലിട്ട സൂര്യതാപത്തിൻ്റെ പാടുകൾ വർണ്ണശോഭയാൽ മറച്ചു. കണ്ണുകൾക്ക് മുകളിലും താഴെയും കൺമഷി എഴുതി. കൺപീലികൾ നിവർന്നു നിന്നു. കാതിൽ വലിയ ജിമിക്കി. അതിൽ നിന്നും മുടിയിലേക്ക് മാട്ടികുത്തി. തലയിലെ നേർവാച്ചലിൽ ചുട്ടിവെച്ച് അലങ്കരിച്ചു. നർത്തകി കണ്ണടച്ച് കൈവെള്ള നിവർത്തി. സഹായി ചുവന്ന ചായം കൊണ്ട് കൈവെള്ളയിലും പുറത്തും ചായമിട്ടു. കൈവെള്ളയിൽ ചായമിടുമ്പോൾ എന്നും കണ്ണടച്ചിരിക്കും. ആ ചുവന്ന ചായത്തിന് ചോരയുടെ മണം തോന്നും. അത് കൈത്തണ്ടയിലൂടെ ഒഴുകി കൈമുട്ടുവരെ എത്തി തുള്ളിയായി താഴോട്ട് പതിക്കും എന്ന് ഒരു പേടി വരും. അതുകൊണ്ട് ആ സമയം കണ്ണുകൾ ഇറുക്കി അടക്കും. കഴുത്തിലൊരു പതക്കവും ഒരു നീളൻ മാലയും അണിഞ്ഞു. കൈകളിൽ ഘടകങ്ങൾ. ഒരുക്കം പൂർണ്ണതയിലെത്തിക്കാൻ കാൽ ചിലങ്കകൾ കയ്യിലെടുത്തു. തൊട്ടു തൊഴുതു. കാലിൽ കെട്ടി. ഒരു ചുവട് വച്ചു. ചിലമ്പിൻ്റെ ശബ്ദത്തിന് കാതോർത്ത് ഒരു മന്ദസ്മിതം ചുണ്ടിൽ വരുത്തി. സുന്ദരി നൃത്തത്തിനൊരുങ്ങി. 2. അരങ്ങിൽ. സ്റ്റേജിൻ്റെ ഒരു വശത്തായി പക്കമേളക്കാരും പാട്ടുകാരും ഇരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഒരു പിരിമുറുക്കമുണ്ട്. ഏത് പ്രോഗ്രാമിനും മുൻപുള്ളതുപോലെ തന്നെ. സ്റ്റേജിനു പുറകിൽ നിന്ന് മൈക്കിലൂടെ ഒരു ചെറു വിവരണത്തോടു കൂടി അറിയിപ്പ് വന്നു. യവനിക ഉയർന്നു പൊങ്ങി. നർത്തകി അരങ്ങിലെത്തി. അരമണ്ഡലത്തിലിരുന്നു തൊഴുതു. പ്രൗഢഗംഭീരമായ സദസ്സിലേക്ക് നോക്കി. വിശിഷ്ടാതിഥികളുടെ നീണ്ട നിര. ആനന്ദ നടനമാടി വിനായകൻ എന്ന ശീലുയർന്നു. നർത്തകി ആനന്ദ നടനം തുടങ്ങി. കാലുകളും കൈകളും വായുവിൽ ചലിച്ചൊഴുകി. ഞൊറിയിട്ട നീളൻ പല്ലു ചിരിച്ചു വിടർന്ന് കടക്കണ്ണിൽ കവിത വിരിഞ്ഞു. കാലിലെ ചിലങ്കകൾ കാവ്യാത്മകമായി താളം കൊട്ടി. നർത്തകി സ്വയം മറന്നാടി. സദസ്സ് നടനത്തിൽ ലയിച്ചു. ഒടുവിൽ സദസ്സിനെ സ്തബ്ധരാക്കിക്കൊണ്ട് ഒരു ചിലങ്ക അഴിച്ച് സദസ്സിലേക്കെറിഞ്ഞു. മുൻനിരയിലെ ബാലിക അത് എത്തിപ്പിടിച്ചു. യവനിക വീണു. നർത്തകി മടങ്ങി. ഷോളുകൊണ്ട് പുതച്ച് മുറിയിലേക്ക് കയറി. 3. അഭിമുഖം. മാധ്യമപ്പട ഓടിയെത്തി. മൈക്കുകൾ മീതയ്ക്കു മീതെ കുത്തിത്തിരുകി. ചോദ്യശരങ്ങൾ ഉതിർത്തു. നർത്തകി ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? എന്താണ് അറിയേണ്ടത്? എല്ലാവരും ഒന്നാണ് ചോദിച്ചത്. ഇനി ഒറ്റ ചിലങ്ക മതിയെന്ന് തീരുമാനിച്ചുവോ? നർത്തകി ചിരിച്ചു. ചിലങ്ക എത്തിപ്പിടിച്ചത് ഒരു ബാലികയല്ലേ? ആ നൂപുരധ്വനി അവൾക്കൊരു ഇമ്പമാവട്ടെ. എനിക്കിനി ഒരു ചിലങ്ക മതി. നർത്തകി കൈകൂപ്പി മടങ്ങി. കണ്ണിലൊരു നിമിഷം ഇരുട്ടു കയറി. സഹായി വെള്ളം കൊടുത്തു. പടയായി വന്ന മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ചോദിച്ചു, ചിലങ്ക കൈയെത്തിപ്പിടിച്ച പെൺകുട്ടിയെ അറിയുമോ? നർത്തകി ചിരിച്ചു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് ഒരു നോസ് ഫോർ ന്യൂസ് ഉണ്ട്. വീണ്ടും കൈകൾ കൂപ്പി. അപ്പോഴേക്കും റൂമിൻ്റെ വാതിലുകൾ അടഞ്ഞു. 4. പിന്നാമ്പുറം. വർഷങ്ങൾ പിമ്പോട്ട്. അമ്മയുടെ കൂടെ മദ്രാസിലേക്ക് വണ്ടി കയറി. ചെറുപ്രായത്തിൽ തന്നെ നൃത്താഭ്യാസം തുടങ്ങി. നൃത്തത്തിൽ മാതംഗീദേവി അനുഗ്രഹിച്ചു. നൃത്തത്തിനു വേണ്ടിയുള്ള ജീവിതം. രാവും പകലും നൃത്തം. മനസ്സും ശരീരവും നൃത്തത്തിന്. നൃത്തം സബരിയായി തുടർന്നെങ്കിലും ജീവിതം കഷ്ടിച്ച് തന്നെ.
തുണയായി ഗുരുവെത്തി. ഗുരുവിൻ്റെ കയ്യും പിടിച്ച് അമ്മയും ശിഷ്യയും തഞ്ചാവൂരിലേക്ക്. ജീവിതത്തിന് ജീവൻ വച്ചു. സ്വൈര്യമായ ജീവിതം. ഗുരുവും ശിഷ്യയും ചേർന്ന് നൃത്തം പരിശീലിപ്പിച്ചു തുടങ്ങി. ഒരുപാട് ശിഷ്യഗണങ്ങൾ. നൃത്തവിദ്യാലയം പ്രശസ്തിയിലേക്കുയർന്നു. ജീവിതത്തിന് വിസ്മയമേകിക്കൊണ്ട് കുഞ്ഞു നൂപുര പിറന്നു. ജീവിതത്തിൻ്റെ താളവും മേളവും മുറുകി. അമ്മ ആശ്വാസത്തിൻ്റെ നാട്ടുവാങ്കമൂതി. പ്രകൃതിയിലെ ഓരോ ചലനത്തിലും ശ്രുതിലയ താളം അനുഭവിച്ചു. ഒരു ദിവസം വളരെ അപ്രതീക്ഷിതമായി കോളിംഗ് ബെൽ അടിച്ചു. അമ്മ വാതിൽ തുറന്നു. ഒരു സ്ത്രീയും 3 പെൺകുട്ടികളും വന്നിരിക്കുന്നു. അമ്മ എന്നെ വിളിച്ചു. സ്ത്രീ മെലിഞ്ഞ രൂപത്തിലാണ്. അവർക്ക് ചെമ്പിച്ച മുടിയും വെള്ളാരം കണ്ണുകളുമുണ്ടായിരുന്നു. അവരുടെ കണ്ണിൽ അഗ്നി ജ്വലിച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിലും കുഞ്ഞുങ്ങളെ മാറി മാറി നോക്കി. ഗുരുവിൻ്റെ വെട്ടുപുരികം അതിലെ ഒരു കുഞ്ഞിന്. മനസ്സ് അറിവുകൊണ്ട് നിറഞ്ഞു. താളം നിലച്ചതുപോലെ, ശ്രുതിക്കട്ടകൾക്ക് നിരതെറ്റിയതുപോലെ. വെള്ളാരം കണ്ണുള്ള സ്ത്രീ കൈകൾ കൂപ്പി. അവരുടെ കണ്ണിലെ അഗ്നിയിൽ ഉരുകുമെന്ന് തോന്നി. ഭാഗ്യം, അവരുടെ കണ്ണിലെ അഗ്നിയെ കെടുത്തി നീരു നിറഞ്ഞു. നീരു നിറഞ്ഞ കണ്ണിലേക്ക് ഞാൻ നോക്കി. എനിക്ക് ചിലപ്പതികാരത്തിലെ മാധവിയുടെ ഛായ ഒന്നുകൂടി നോക്കി ഉറപ്പിച്ചു. അതുതന്നെ. ഞാൻ അവരെ നോക്കി. അവർക്ക് കോവിലിനെ വീണ്ടെടുക്കാൻ വന്ന കണ്ണകിയുടെ ഛായ. ഞാൻ കൈകൾ കൂപ്പി. ലോകം മുഴുവൻ പഴി പറയുന്നത് കാതിലിരുമ്പം തീർത്തു. കോവിലിനേക്കാൾ പഴി കേട്ടത് മാധവിക്കാണല്ലോ. ഞങ്ങൾ മൂവർക്കുമിടയിൽ മൗനം ഏറെ നേരം സംസാരിച്ചു. ഞാൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. തൊട്ടിലിൽ ആടിയുറങ്ങുന്ന കുഞ്ഞിനെ കാണിച്ചു. അവർ നിറഞ്ഞ വാത്സല്യത്തോടെ കുഞ്ഞിനെ എടുത്തു. അവർക്കൊരു പോറ്റമ്മയുടെ മുഖഭാവം. പെറ്റമ്മയും പോറ്റമ്മയും പരസ്പരം നോക്കി. 2 പേരുടെ കണ്ണിലും പ്രായശ്ചിത്തത്തിൻ്റെ നനവ് പുരണ്ടു. അവർ തില്ലാന പാടി ദ്രുതചലനങ്ങൾ തീർത്ത് നടന്നു നീങ്ങി. വരിവരിയായി ആ 3 പെൺകുഞ്ഞുങ്ങളും. എന്നിൽ ജതിസ്വരങ്ങൾ നിലച്ച പോലെ. തട്ടടവുകളും നാട്ടടവുകളും കൂടിക്കുഴഞ്ഞതുപോലെ. കുറച്ചുനേരം അങ്ങനെ നിന്നു. ബോധം വീണ്ടെടുത്ത പോലെ ഞാൻ പുറകെ ഓടി. കൈവഴികളായി പിരിയുന്ന കവലയിൽ ദിക്കറിയാതെ ഞാൻ കുഴങ്ങി. അവർ അപ്പോഴേക്കും അപ്രത്യക്ഷമായി. അമ്മ ഉമ്മറത്തെ കമ്പിയിൽ പിടിച്ചു തൂങ്ങി നിൽപ്പുണ്ടായിരുന്നു. കമ്പിയുരഞ്ഞ് കൈവെള്ളയിൽ ചോര പൊടിഞ്ഞു. കൈത്തണ്ടയിലൂടെ ശിഖിരങ്ങളാർത്ത് കൈമുട്ടിലെത്തി തുള്ളിത്തുള്ളിയായി താഴോട്ട് വീണുകൊണ്ടിരുന്നു. ഞാൻ അതിൽ ചവിട്ടി അകത്തേക്ക് പോയി. ചിലങ്കകളെടുത്ത് കാലിൽ കെട്ടി നൂപുരധ്വനി ഉയർത്തി. കുറച്ചു നേരത്തിനു ശേഷം മയങ്ങി വീണു. ലോകം നിശ്ചലമായ പോലെ തോന്നിയ നാളുകൾ. ഗുരു മടങ്ങി വന്നില്ല. തികച്ചും ഒറ്റപ്പെട്ടു. നൃത്താഭ്യാസത്തിനെത്തിയിരുന്ന കുട്ടികൾ ചിതറിപ്പോയി. വർഷങ്ങൾ കടന്നുപോയി. ആ ഗ്രാമത്തിൽ നിന്നും വീടൊഴിഞ്ഞ് കുറച്ചു ദൂരേക്ക് പോയി. ഡാൻസ് ക്ലാസുകൾ വീണ്ടും തുടങ്ങി. വാർത്തകൾ പലതും വന്നു. ഗുരു പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലേക്ക് ഉയർന്നു പൊങ്ങി. ഡീലിറ്റുകളും ഡോക്ടറേറ്റുകളും ഗുരുവിനെ തേടിയെത്തി. ഗുരുവിനെ പറ്റിയുള്ള വാർത്തകൾ എന്നിൽ വിഷാദം നിറച്ചു. എങ്കിലും മാതംഗി ദേവി എൻ്റെ കൂടെ തന്നെ തങ്ങി. നൃത്തം കൈവിട്ടില്ല. ആ ഇടയ്ക്കാണ് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ഒരു നൃത്തം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത്. അവിടെ വെച്ച് പ്രമുഖ നർത്തകിയായ ഭാരതീ ദേവിയെ പരിചയപ്പെട്ടു. പിന്നീട് അവരോടൊപ്പം നൃത്ത പരിപാടികൾക്കും ക്ഷണിക്കപ്പെട്ടു. സ്വന്തമായും നൃത്തം അവതരിപ്പിക്കാൻ അവസരം കിട്ടി. പതുക്കെ പതുക്കെ തിരക്ക് കൂടി വന്നു. താളവും മേളവും വീണ്ടും ആസ്വദിച്ചു തുടങ്ങി. ആസ്വാദനത്തെക്കാൾ ഏറെ അതൊരു ആശ്വാസവും അഭയവുമായിരുന്നു. അപ്പോഴേക്കും അമ്മ അവശയായി തീർന്നിരുന്നു. അന്നത്തെ ആ സംഭവത്തിനു ശേഷം അമ്മ മൗനത്തെ ഭജിച്ചു. അമ്മയുടെ ദിവസം പൂജയിൽ ആരംഭിച്ച് പൂജയിൽ തന്നെ അവസാനിക്കുമായിരുന്നു. അമ്മ നാളുകൾ എണ്ണി തീർക്കുന്ന പോലെ തോന്നിത്തുടങ്ങി. പിന്നീട് അറിയാൻ കഴിഞ്ഞു, മെലിഞ്ഞുണങ്ങിയ വെള്ളാരം കണ്ണുള്ള ആ സ്ത്രീ ഗുരുവിനെ ഉപേക്ഷിച്ചു പോയി എന്ന്. കണ്ണകി രൂപാന്തരം പ്രാപിച്ച് മാധവിയായി തീർന്ന പോലെ. അവർ പകരത്തിനു പകരം ചെയ്തു. മനസ്സിൽ ആധി പരന്നു. നൂപുര എവിടെയാണ് എന്ന ചോദ്യം പുകഞ്ഞുകൊണ്ടിരുന്നു. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ വിശ്വസിക്കാൻ എളുപ്പമല്ലാതിരുന്നിട്ടു കൂടി ഞാനത് ചെയ്തതാണ്. എന്നോടെങ്കിലും നീതി ചെയ്യാമായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞു. ഒരുപക്ഷെ അവർക്ക് കഴിയാഞ്ഞിട്ടാവാമെന്ന് സമാധാനിച്ചു. ഒരു ദിവസം രാവിലെ അമ്മ പത്രത്തിൽ നിന്നും കണ്ണെടുക്കാതെ ഇരിക്കുന്നത് എന്നിൽ അത്ഭുതമുണർത്തി.
ഞാനും പത്രത്തിലേക്ക് എത്തി നോക്കി. അപ്രതീക്ഷിത വാർത്ത തന്നെ. നാട്യരാജാവ് രാജ്യസഭാംഗമായിരിക്കുന്നു. അത്ഭുതമോ സന്തോഷമോ നിരാശയോ വിദ്വേഷമോ ഭാവരസങ്ങളായി വന്നില്ല. പകരം ഉത്കണ്ഠ മാത്രമാണുണ്ടായത്. ഗുരുവിനൊപ്പം മകളുണ്ടോ എന്ന്. വാർത്തയ്ക്ക് അവസാനം മകളുടെ പേര് ചേർത്തിട്ടുണ്ട്. ആശ്വാസം. 5. ആത്മഹർഷം. നർത്തകി കസേരയിൽ തലചാരിയിരുന്നു. കണ്ണുകൾ അടച്ചു. മുൻനിരയിൽ അച്ഛനൊപ്പം ഇരുന്ന പട്ടുപാവാട അണിഞ്ഞ പെൺകുട്ടിയെ കണ്ണിൽ നിന്ന് മായാതെ നിർത്തി. ആ രൂപം കണ്ണിൽ നിന്ന് ഹൃദയത്തിലേക്ക് ആവാഹിച്ചു. അവളുടെ കടൽവർണ്ണത്തിലുള്ള ആടയുടെ ഇളകുന്ന ഞൊറികൾ മനസ്സിലേക്ക് ഒരു കുളിർ കൊണ്ടുവന്നു. ഒന്നുകൂടെ മനസ്സിൽ പറഞ്ഞു, ആ രൂപം ഇനി മറക്കില്ല എന്ന്. സ്വയം സമാധാനിച്ചു. ഈ അമ്മ അവൾക്ക് കൊടുത്തത് ഏറ്റവും വിലമതിപ്പുള്ളത് തന്നെ. ഒരു പക്ഷേ എൻ്റെ ജീവനായിട്ട് കരുതിയത്. മുഖത്ത് ആശ്വാസവും സന്തോഷവും വന്നു. ഇത് ചെയ്യാനായല്ലോ. സൂക്ഷം അത് അവളിൽ തന്നെ എത്തിയല്ലോ. മാതംഗി ദേവി അവളുടെ കൂടെയും ഉള്ളതുപോലെ. നർത്തകി ആത്മഹർഷമണിഞ്ഞു. കണ്ണുനീർ കവിൾത്തടങ്ങളിലൂടെ ഒഴുകിപ്പരന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.